നമസ്കാരം. പാലക്കാട് ശ്രീ ഹരിഹരപുത്ര വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു വീഡിയോ ചെയ്തത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കോയമ്പത്തൂർ ഉണ്ടായിരുന്ന സമയത്ത് കോയമ്പത്തൂരിലെ കുറച്ച് വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ കയറി ഫുഡ് കഴിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് സദ്യയാണ്. അപ്പോൾ സദ്യ എന്ന് പറയുമ്പോൾ ഇച്ചിരി ബൃഹത്തായ സദ്യയാണ്. 150 രൂപയാണ് സദ്യക്ക് വില വരുന്നത്. സാധാരണ ഊണ് അവിടെ ലഭ്യമാണ്. ഈ സദ്യയുടെ കൂടെ ഒരുപാട് തൊടുകറികളുണ്ട്. ആ പേരൊന്നും നമുക്കത്ര കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും ഇഷ്ടംപോലെ തൊടുകറികളുണ്ടായിരുന്നു. ഈ തമിഴ്നാടൻ സ്റ്റൈലിലുള്ള സദ്യയാണ്. ഓലൻ, അവിയൽ, കാളൻ, ഓലൻ, പച്ചടി, കിച്ചടി, പായസം, അച്ചാറ്, പച്ചമോര്, പുളിശ്ശേരി. ഇവിടുത്തെ ചോറ് ചെറിയ അരിയുടെ ചോറാണ്. നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട് സ്റ്റൈലിലുള്ള സദ്യയാണ്. തമിഴ്നാട് സദ്യ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് താലി മീൽസ് കഴിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ നാഗർകോവിൽ ആര്യ ഭവനിൽ നിന്നും. അത് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ചേച്ചിമാരാണ് സർവീസ് ചെയ്യുന്നത്. സർവീസൊക്കെ വളരെ നല്ലതാണ്. പാലക്കാട് വന്നപ്പോൾ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഏതൊക്കെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് കണ്ടിട്ടുള്ളതും ശ്രീ ഹരിഹരപുത്രൻ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റേതായിരുന്നു. അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചതും. പക്ഷേ ഊണ് കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടെ പരിശോധിച്ചു. ഇത് തന്നെയാണ് യഥാർത്ഥ ശ്രീ ഹരിഹരപുത്രൻ റെസ്റ്റോറൻ്റ് എന്നും. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതുപോലെ 2 റെസ്റ്റോറൻറ്റ് പാലക്കാട് ടൗണിൽ തന്നെ ഉണ്ടെന്ന്. ഇത് രണ്ടും ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള റെസ്റ്റോറൻറ്റുകളാണോ? ഈ ഹരിഹരപുത്രൻ എന്ന് പറയുന്ന 2 റെസ്റ്റോറൻറ്റ് ഉണ്ട് പാലക്കാട്. അറിയാവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് പറയണേ. സദ്യയുടെ കൂടെ സാമ്പാർ തന്നിട്ടുണ്ടായിരുന്നു. അത് പാവയ്ക്ക സാമ്പാറായിരുന്നു. നല്ല കയ്പ്പായിരുന്നു. സദ്യ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട് സ്റ്റൈലുള്ള സദ്യയാണ്. തമിഴ്നാട് സദ്യ. അപ്പോൾ തമിഴ്നാട് സദ്യ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്കൊരു ശരാശരി ആയിട്ടാണ് തോന്നിയത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് പരമാവധി കഴിച്ചു, ടേസ്റ്റൊന്നും നോക്കിയില്ല. നിങ്ങൾ പാലക്കാടുള്ള ശ്രീ ഹരിഹരപുത്രൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് സദ്യ കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് പറയണേ. ഇവിടുത്തെ വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഈ പാർക്കിംഗ് ആണ്. പാർക്കിംഗ് ഏരിയ വളരെ കുറവാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് തിരക്ക് വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ഹോട്ടലിൻ്റെ മുൻപിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി. ഈ കടയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ പാലക്കാടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണേ. ഞാൻ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് പോയതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. പാലക്കാട് എനിക്ക് അത്ര പരിചയമുള്ള സ്ഥലമല്ല. സദ്യയുടെ കൂടെ ഉണ്ടായിരുന്ന പായസം നല്ലതായിരുന്നു. ഞാൻ വളരെയധികം ആസ്വദിച്ചാണ് ആ പായസം കുടിച്ചത്. ഇവിടുത്തെ സർവീസൊക്കെ വളരെ നല്ലതാണ്. ചേച്ചിമാരാണ്, നേരത്തെ പറഞ്ഞില്ലേ, ചേച്ചിമാരാണ് സർവീസ് ചെയ്യുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ സ്നേഹത്തോടെയൊക്കെയാണ് അവർ പെരുമാറുന്നത്. അതുപോലെ ആംബിയൻസ് വലിയ സംഭവമൊന്നുമല്ല, കുഴപ്പമില്ല, ഓക്കെയാണ്. സദ്യ കഴിച്ചിട്ടും എൻ്റെ വിശപ്പ് ശമിക്കാത്തതുകൊണ്ട് ചില്ലലമാരെ കണ്ട ഒരു ഉണ്ണിയപ്പം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിയപ്പം മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു കുഴക്കട്ട ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വളരെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ഞാൻ കഴിച്ചിട്ടില്ല. ഈ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ ഇവിടുത്തെ ഉണ്ണിയപ്പത്തിന്. ഇവിടെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഉണ്ണിയപ്പം ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ണിയപ്പം കിടിലമായതുകൊണ്ട് ഞാനൊരു കുഴക്കട്ട കൂടി പറഞ്ഞു. ഈ കുഴക്കട്ട എന്ന് പറയുമ്പോൾ സാധാരണ മധുരമുള്ള കുഴക്കട്ടയല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ്, വല്ലാത്തൊരു ടേസ്റ്റാണ്, അസാധ്യമായിട്ടുള്ള ടേസ്റ്റാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സദ്യ നിരാശപ്പെടുത്തിയെങ്കിലും ഉണ്ണിയപ്പവും കുഴക്കട്ടയും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടുന്ന് ഞാൻ പാഴ്സലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. റവ ലഡുവും സാധാരണ ലഡുവും അതും കഴിച്ചു. അതും വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളിവിടെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ പലഹാരങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അതുപോലെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. രണ്ട് 4 4